Okay, so നിങ്ങൾ ഒരു ബഡ്ജറ്റ് എയർ കൂളർ നോക്കുന്നുണ്ട് ടു കൂൾ യുവർ CPU, then ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യല്ല ബിക്കോസ് ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് എൻട്രി ലെവൽ എയർ കൂളർ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫ്രം ഡീപ്കൂളിൻ്റെ AK സീരീസിൽ വരുന്ന AK400 മോഡലാണിത്. ഇതായിരിക്കും നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. യോൺ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോ. തുടങ്ങാം. Okay, so first of all, Deepcool AK series ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ സീരീസ് ആണ്. എൻറ്റയർലി ഡിസൈനും പെർഫോമൻസ് ഫാക്ടേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ട് വന്നൊരു സീരീസ് ആണ് ഈ AK സീരീസ്. AK സീരീസിൽ തന്നെ പല വേരിയൻറ്റ്സ് ഉണ്ട്. AK400, AK620, 620 വൈറ്റ്, ബ്ലാക്ക്, 400 തന്നെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ARGB ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ചുള്ള എല്ലാ ടൈപ്പ് ഓഫ് കൂളേഴ്സ് ഈ സീരീസിൽ അവൈലബിൾ ആണ്. AK400 എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവലാണ്. സോ ബഡ്ജറ്റ് പ്രോസസ്സേഴ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയത്. സോ AK400 പ്രൈസിങ് അറൌണ്ട് 2000 റേഞ്ച് ആണ് വരുന്നത്. 2000 റേഞ്ചിലാണ് അപ്രോക്സിമേറ്റ് പ്രൈസിങ്. അതിന്റെ വേരിയന്റ് അനുസരിച്ച് പ്രൈസ് കൂടും. വൈറ്റിന് കുറച്ച് കൂടുതലാണ്, 2300 എന്തോ ആണ്. നിങ്ങൾ ഏത് വേരിയന്റ് ആണോ ചൂസ് ചെയ്യുന്നത് പ്രൈസ് അതനുസരിച്ച് വേരി ചെയ്യും. സോ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എയർ കൂളർ നോക്കുന്നുണ്ടെങ്കിൽ ഡീപ്കൂൾ AK400 നല്ലതാണ്. comes with pre-applied thermal paste. So just brief specs നമ്മൾ നോക്കുവാണെങ്കിൽ 127 mm ആണ് width and height is 155 mm. Total weight is approximately 660 grams. RAM clearance Deepcool പറയുന്നത് 37 mm ആണ്. And ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിൽ RAM clearanceൽ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. ഈവൻ ടോളർ ഹീറ്റ് സിങ്ക് ഉള്ള റാംസും യൂസ് ചെയ്യാൻ പറ്റും. ഫാൻ അതുമായിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാൻ പോകുന്നില്ല. 6 mm തിക്നെസ് ഉള്ള 4 കോപ്പർ ഹീറ്റ് പൈപ്സ് ആണ് കൂളറിൽ വരുന്നത്. 120 mm ഫാൻ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് മാക്സിമം RPM ഫാനിന്റെ പറയുന്നത് 500 to 1850 RPM ആണ്. ഫാൻ PWM കൺട്രോളബിൾ ആണ്. 4-pin കണക്ടർ ആണ് വരുന്നത്. ഫ്ലൂയിഡ് ഡൈനാമിക് ബെയറിംഗ് ഉള്ളതാണ് ഫാൻസ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഡീപ്കൂൾ ക്ലെയിം ചെയ്യുന്നത് അപ് ടു 220 വാട്ട്സ് വരെ TDP ഉള്ള പ്രോസസ്സേഴ്സ് കൂൾ ചെയ്യാൻ പറ്റുമെന്നാണ്. ആൻഡ് വാറന്റി ഈസ് 3 years. കമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ലേറ്റസ്റ്റ് വന്നതും പ്രീവിയസ് ജനറേഷൻ സോക്കറ്റ്സ് എല്ലാം സപ്പോർട്ട് ചെയ്യും. ലേറ്റസ്റ്റ് AM5 സപ്പോർട്ടിംഗ് ആണ്. ഇന്റൽ സൈഡ് ലേറ്റസ്റ്റ് LG 1700 സപ്പോർട്ടിംഗ് ആണ്. ആൻഡ് പ്രീവിയസ് ജനറേഷൻസ് AM4, ഇന്റലിന്റെ LG 1200, 1151, 5055 എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂളറാണിത്. ബോക്സ് കണ്ടന്റ്സ് നോക്കുവാണെങ്കിൽ അൺബോക്സിംഗ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ബോക്സ് ഓപ്പൺ ചെയ്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ബോക്സിൽ ഒബ്വിയസ്ലി നമുക്കൊരു കൂളർ വരുന്നുണ്ട്, മൗണ്ടിംഗ് ബ്രാക്കറ്റ്സ് AMDയുടെയും ഇന്റലിന്റെയും സെപ്പറേറ്റ് ബ്രാക്കറ്റ്സ് വരുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഫാനും കൂടി ഇൻ കേസ് ബാക്കിൽ വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 2 ഫാൻ ക്ലിപ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ഡീറ്റെയിൽഡ് മാനുവലും കൊടുത്തിട്ടുണ്ട്. ഓരോ സോക്കറ്റ് വൈസ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസും ഇതിലുണ്ട്. കൂളറിന്റെ ഡിസൈൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു യുണീക് ഡിസൈൻ ആണ്. ഡീപ്കൂൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് യുണീക് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡ്സിലും. ഡീപ്കൂൾ ഇതിനെ പറയുന്ന യുണീക്ക് ആയിട്ടുള്ള മാട്രിക്സ് ഫിൻ ഡിസൈൻ എന്നാണ്. സോ രണ്ട് സൈഡ്സും നിങ്ങൾ നോക്കുവാണെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ചെക്സ് പാറ്റേൺ ഫിൻ സ്റ്റാക്സിൽ കാണാൻ പറ്റും. അത് ഡീപ്കൂൾ നല്ല രീതിയിൽ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ബൈ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളൊന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഫിൻ സ്റ്റാക്സ് ആണ്. ഇതിന്റെ യുണീക്ക് പാറ്റേൺ കാരണം തന്നെ കുറച്ചും കൂടി റിജിഡ് ആണ്, സ്ട്രോങ് ആണ് ഫിൻ സ്റ്റാക്സ്. നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് ഫിൻ സ്റ്റാക്സ് കുറച്ച് ഫ്ലിംസി ആയിരിക്കും. നമ്മൾ ചെറുതായിട്ട് അതിനെ പ്രസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈസിലി പ്രസ് ആകുന്ന ടൈപ്പ് ആയിരിക്കും ഫിൻ സ്റ്റാക്സ്. പക്ഷേ ഇതിലെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ആണ്. സോ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ വൈസ് നല്ലൊരു ഡിസൈൻ ആണ്. ഒബ്വിയസ്ലി ഡിസൈനിലല്ല കാര്യം, കൂളിംഗിലാണ്. സോ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേസ് 120 mm ആണ് ഫാൻ ഇതിൽ വരുന്നത്. ഒരു ഫ്ലൂയിഡ് ഡൈനാമിക് ബെയറിംഗ് ഉള്ള ഫാൻ ആണ്. ആൻഡ് 4-pin കണക്ടർ ആണ് വരുന്നത്. സോ നമുക്ക് ഈസിലി ബയോസിൽ കയറി PWM വയ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാൻസ് ആണ്. 500 to മാക്സിമം 1850 RPM ആണ് ഫാൻ്റെ സ്പീഡ്സ്, മാക്സിമം സ്പീഡ്സ് പറയുന്നത്. അതും നമ്മൾ എന്തായാലും ടെസ്റ്റിംഗിൽ നോക്കുന്നതായിരിക്കും എവിടെ വരെ അച്ചീവ് ആവുന്നുണ്ടെന്നുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ 4 കോപ്പർ ഹീറ്റ് പൈപ്സ് ആണ് വരുന്നത്. കോപ്പർ ഹീറ്റ് പൈപ്സിന്റെ ഡിസൈൻ നോക്കുവാണെങ്കിലും ഡയറക്ട്ലി കൂൾ പ്ലേറ്റിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കാണ്. രണ്ടും ബ്ലെൻഡ് ചെയ്ത് പ്രോപ്പർലി ഒറ്റ പീസായിട്ടാണ് ടോപ്പ് കട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ടോപ്പ് സൈഡിൽ ഹീറ്റ് പൈപ്സിന്റെ ആ ഒരു എഡ്ജ് കവർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറിംഗ് കൊടുത്തിട്ടുണ്ട് വിത്ത് എ സിമ്പിൾ ഡീപ്കൂൾ ലോഗോ. സോ AK400ലെ ഫാൻ മൗണ്ടിങ് ഐ എം ക്വൈറ്റ് ഹാപ്പി ബിക്കോസ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. സൈഡിലെ 2 പിൻസും ഈസിലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. യൂഷ്വലി നോക്കുവാണെങ്കിൽ ഫാനിന്റെ ഈ ക്ലിപ്സ് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിൻ സ്റ്റാക്കിന്റെ ഇടയ്ക്ക് കയറി സ്റ്റക്ക് ആയിരിക്കും. ബട്ട് ഇവിടെ ടു ബി ഫ്രാങ്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും നോട്ടീസ് ചെയ്തില്ല. ഈസി ആയിട്ട് നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാൻസ് ആണ് ഇവിടെ. ഇൻക്ലൂഡഡ് ഫാനിന്റെ എല്ലാ എഡ്ജസിലും ആന്റി വൈബ്രേഷൻ ഡാംപനിങ് റബ്ബർ എഡ്ജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അണ്ടർ ഫുൾ പ്രഷർ ഓർ ഫുൾ സ്പീഡിലും ഫിൻ സ്റ്റാക്കുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പം ആ ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ടാകത്തില്ല. വൈബ്രേഷൻസ് മിനിമൽ ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് കൂളറിന്റെ സ്പെക്സും ബേസിക് ഡിസൈൻ എലിമെന്റ്സും ഡിസൈനും കാര്യങ്ങളും അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും ആൻഡ് എനിക്ക് സ്പെഷ്യലി തോന്നിയ കാര്യങ്ങളും എൻ്റെ ചില ഇൻപുട്സും ഫസ്റ്റ് ഇംപ്രഷൻസും.
ഓക്കെ, ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഫെയർലി സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് AMD ബോർഡിലാണ് കാണിക്കുന്നത്. പക്ഷേ ഇൻറ്റൽ ബോർഡിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. AMD ബോർഡാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മദർ ബോർഡിൻ്റെ ഡീഫോൾട്ട് പ്രോസസ്സറിൻ്റെ ആ ഒരു സോക്കറ്റിൻ്റെ അവിടെ വരുന്ന ഈ 2 ക്ലിപ്സ് എടുത്ത് കളയണം. സോ യൂഷ്വലി ഇങ്ങനെയാണ് വരുന്നത്. ഇൻ കേസ് നിങ്ങൾ ഇൻറ്റൽ പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻറ്റലിൻ്റെ ബ്രാക്കറ്റ്, ബാക്കിലെ ബ്രാക്കറ്റ് ഇതായിരിക്കും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇൻറ്റൽ എന്ന് ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇൻറ്റൽ ആണെങ്കിൽ ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് ബാക്കി വെക്കും. ഇൻറ്റലിൻ്റെ LJ1700 ലേറ്റസ്റ്റ് സോക്കറ്റിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മദർ ബോർഡിൻ്റെ ബാക്കിലെ ഹോൾസുമായിട്ട് അലൈൻമെൻറ്റ് ചെറിയൊരു ഇത് കാണും. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ സംഭവം ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്യണം. 4 സൈഡ്സിലെയും ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്തിട്ട് ഓക്കെ, ഇപ്പം ഇത് 1700 LJ1700ൻ്റെ ആ ഒരു സൈസിന്, ആ സോക്കറ്റ് സൈസിന് കമ്പാറ്റബിൾ ആണ്. ഇൻ കേസ് ഇൻറ്റൽ ആണെങ്കിൽ നിങ്ങൾ ബാക്കിൽ ആദ്യം ഇത് വെക്കണം. AMDയുടെ ആണെങ്കിൽ AMDയുടെ യൂഷ്വലി ഈ കളറാണ്, ഓറഞ്ച് കളർ, AMDയുടെ ഓറഞ്ച് കളറിൽ. ഇനി വേറെ റിവിഷൻസിൽ കളർ മാറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഓറഞ്ച് കളറിലാണ് എൻ്റെ ഇതിൽ വന്നത്. സോ ഇത് AMDയുടെ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാനുവൽ ചെക്ക് ചെയ്യാൻ നോക്കാം. സോ AMDയുടെ സ്ക്രൂസും അതിൻ്റെ റിട്ടൻഷൻ സിസ്റ്റമാണിത്. ഈ ഓറഞ്ച് കളറിലെ ചെറിയ പ്ലാസ്റ്റിക് സ്റ്റഡ് പോലത്തെ സാധനം 4 സൈഡ്സിൽ വയ്ക്കുക. ഇൻറ്റലിൻ്റെ ആണെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളറായിരിക്കും. ഇതിൻ്റെ ടോപ്പിൽ നോക്കുവാണെങ്കിൽ 1700 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 1700 സോക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. ഇൻ കേസ് നോർമൽ 1100 ആണെങ്കിൽ അതും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതുപോലൊരു ടോപ്പ് ബ്രാക്കറ്റ് കാണും. സോ ഇത് കോമൺ ആണ്, ഇൻറ്റലിനും AMDക്കും എല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മേളിൽ ഈ ബ്രാക്കറ്റ് നിങ്ങൾ യൂസ് ചെയ്യണം. AMD സോക്കറ്റ് ആണെങ്കിൽ, AMDയുടെ AM4 സോക്കറ്റ് ആണെങ്കിൽ ഈ 4 പോയിൻറ്റ്സ് ആയിരിക്കും സ്ക്രൂ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഇൻറ്റൽ ആണെങ്കിൽ ഇൻറ്റലിൻ്റെ ആണ് ഈ ഏറ്റവും ലാസ്റ്റ് കോർണർ എഡ്ജസ്, ഈ 4 ഹോൾസ്. സോ ഇതാണ് ഇൻറ്റൽ യൂസ് ചെയ്യുന്നവർ ചെയ്യേണ്ടത്. സോ ഏത് സോക്കറ്റാണോ ആ സോക്കറ്റിൻ്റെ കൂടെ തന്നെ കവറിൽ തന്നെ സ്ക്രൂസ് ഉണ്ടാകും. സോ ആ 4 സ്ക്രൂസ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഓക്കെ, സോ 4 സ്ക്രൂസും ടൈറ്റ് ചെയ്തിട്ട് ഈ 2 ഹോൾസ് അലൈൻ ചെയ്ത് സ്ക്രൂസ് ഇതുപോലെ വെക്കാം മേളോട്ട് ടോപ്പിൽ. എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടൈറ്റ് ചെയ്യുമ്പം ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും 2 സൈഡ്സും ഈക്വലി ടൈറ്റ് ചെയ്യണം. ഒരേ സൈഡ് അറ്റ് എ ടൈം ടൈറ്റ് ചെയ്യല്, 2 സൈഡും ഈക്വലി ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ടൈറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫാൻ എടുക്കുക, വെക്കുക, ക്ലിപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഇൻസ്റ്റലേഷൻ ഈസ് വെരി സിമ്പിൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാനുവൽ റിഫർ ചെയ്താൽ മതി. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും മെയിൻ ആയിട്ടുള്ള കാര്യം ടെസ്റ്റിംഗ്. സോ ടെസ്റ്റിംഗ് നമുക്ക് നോക്കാം. AMD സൈഡ് AMDയുടെ Ryzen 5 5600 പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സർ ആക്ച്വലി ഇപ്പോൾ ഡെഡ് ആണ്. ഇതിൻ്റെ കുറച്ച് പിൻസ് ബെൻഡായി ഒരു പിൻ ഒടിഞ്ഞും പോയി. സോ ഇപ്പം വർക്കിംഗ് അല്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്. 5600 ഡീഫോൾട്ട് TDP 65 വാട്ട്സ് ആണ്. സോ ഒരു 65 വാട്ട്സിൻ്റെ ചിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി കുറച്ച് ഹയർ ചിപ്പാണ് ഇൻറ്റലിൻ്റെ 12600K. സോ 12600K നമുക്കറിയാം കുറച്ച് ഹീറ്റിംഗ് കൂടുതലുള്ളൊരു ചിപ്പാണ്. 125 വാട്ട്സ് ആണ്. ബേസിക്കലി നമ്മൾ IDA 64 സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. IDA 64 2 കോൺഫിഗറേഷൻസിൽ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ ബേസിക് ഡീഫോൾട്ട് ഫാൻ കോൺഫിഗറേഷനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫുൾ സ്പീഡിൽ ഇട്ടുകൊണ്ട് മാക്സിമം എത്ര RPM പോവും ഫുൾ സ്പീഡിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ 2 സിനേരിയോസിലാണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. ഇത് AMD സൈഡും ആൻഡ് ഇൻറ്റൽ സൈഡ് രണ്ടും 2 പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. സോ ഇത് ആക്ച്വലി IDA 64 ഒരു ഡേ ടു ഡേ ലൈഫിലെ സിനാരിയോ അല്ല. ഇത്രയും ലോഡൊന്നും നമ്മൾ എന്തായാലും ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഇത്രയും ഒരു ലോഡൊന്നും വരാൻ പോകുന്നില്ല. സോ ഇത് ജസ്റ്റ് ഒരു സിന്തറ്റിക് ടെസ്റ്റ് ആണ്. മാക്സിമം എത്ര ലോഡ് 100% ലോഡിൽ എത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് അതിനെ എത്രത്തോളം ഈ കൂളർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മാക്സിമം എത്രത്തോളം ഈ കൂളറിന് കൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, തെർമൽ ത്രോട്ട്ലിംഗ് ഉണ്ടാകുന്നുണ്ടോ, ഇതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഓൾസോ വേറൊരു ഗെയിമിങ്ങിൻ്റെയും 2-3 ഗെയിംസിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗെയിംസിൽ എത്രയാണ് മാക്സിമം വരുന്നതെന്ന്. സോ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണ്? ഫസ്റ്റ് AMD Ryzen 5600Xൻ്റെ ഡീഫോൾട്ട് ഫാൻ സ്പീഡിലുള്ള തെർമൽസ് ആണ് ഈ കാണുന്നത്. സോ ഇവിടെ മാക്സിമം ഫാൻ്റെ ആവറേജ് പോയേക്കുന്നത് 1786 RPM ആണ്. 1786 RPM ആണ് മാക്സിമം ഒരു ആവറേജ്, ഹാഫ് ആൻ അവറിൻ്റെ ആവറേജ് ആണിത്. സോ ഈ കോൺഫിഗറേഷനിൽ 88 വാട്ട്സ് ആണ് ടോട്ടൽ 5600X പ്രോസസ്സർ യൂസ് ചെയ്തത്. ആൻഡ് മാക്സിമം ടെമ്പറേച്ചർ കാണുന്നത് 72.5 ഡിഗ്രീസ് ആണ്. സോ 5600X പ്രോസസ്സർ ഇത്രയും ഫുൾ ലോഡ് 100% ഫുൾ ലോഡിൽ 72.5 ഡിഗ്രീസ് ആണ് മാക്സിമം ജനറേറ്റ് ചെയ്ത ഹീറ്റ്. നെക്സ്റ്റ് ഫാൻ സ്പീഡ് നമ്മൾ കംപ്ലീറ്റ്ലി ബയോസിൽ മാക്സിമം ആക്കിയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. സോ ഇതിൽ ഫാനിൻ്റെ മാക്സിമം നോക്കുവാണെങ്കിൽ 1857 RPM ആണ് റെക്കോർഡ് ചെയ്തത്. സോ ഫാൻ മാക്സിമം സ്പീഡിൽ ഇടുമ്പോൾ 1 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. 71.3 ഡിഗ്രീസ് ആണ് മാക്സിമം കണ്ടത്. സോ രണ്ടിലും ഹെവി ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ 72.5 മാക്സിമം എന്ന് പറയുന്നത് 5600Xനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 88 വാട്ട്സ് പുൾ ചെയ്തുകൊണ്ട് 72.5 ഡിഗ്രീസ് ഈസ്
good results. 125 watts in 12600 processor default fan configuration thermals ആണ് ഈ കാണുന്നത്. Default configuration 1805 rpm ആണ് average record ചെയ്തത് and 165 watts ആണ് maximum 12600K processor യൂസ് ചെയ്ത വോൾട്ടേജ്. അത്രയും പവർ ആണ് യൂസ് ചെയ്തത്. സോ ഇവിടെ ടെമ്പറേച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അണ്ടർ 90 തന്നെയാണ്. 82.7 ഡിഗ്രീസ് ആണ് ഡീഫോൾട്ട് കോൺഫിഗറേഷനിലെ മാക്സിമം ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തത്. ഇത് നോട്ട് ചെയ്യേണ്ടത് ഇതെല്ലാം മാക്സിമം ടെമ്പറേച്ചർ ആണ്. അതായത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഏറ്റവും മാക്സിമം റീച്ച് ആയത്. ആവറേജ് ഇതിൽ കുറവാണ്. സോ 100% ഫുൾ ലോഡിൽ 82.7 ഡിഗ്രീസ് ആണ് 12600K പ്രോസസർ മാക്സിമം റെക്കോർഡ് ചെയ്തത്. സിമിലർലി ഫുൾ സ്പീഡിൽ നമ്മൾ ഇട്ട് നോക്കുമ്പോൾ 1847 rpm ആണ് റെക്കോർഡ് ചെയ്തത് മാക്സിമം. സോ ഇവിടെ ഫുൾ സ്പീഡിൽ ഇട്ടപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2.5 ഡിഗ്രീസ് കുറഞ്ഞിട്ടുണ്ട്. സോ 80.2 ഡിഗ്രീസ് ആണ് മാക്സിമം റെക്കോർഡ് ചെയ്തത്. സോ ഫാൻസ് ഫുൾ സ്പീഡിൽ ഇടുവാണെങ്കിൽ ഒരു 2 to 3 ഡിഗ്രീസ് കുറയുന്നതായിരിക്കും. ബട്ട് ചെറുതായിട്ട് ഫാൻ്റെ നോയ്സ് കൂടും. അത്രയും ഫുൾ സ്പീഡ് റൺ ആകുമ്പോൾ ഫാൻ്റെ സൗണ്ട് കുറച്ച് കൂടുന്നതായിരിക്കും. ബട്ട് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള സൗണ്ട് ഒന്നുമല്ല. ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഫാൻസ് തന്നെയാണ്. ഞാൻ എന്തായാലും ഓപ്പൺ ടെസ്റ്റിലാണ് ടെസ്റ്റ് ചെയ്തത്. സോ അതുകൊണ്ട് കുറച്ച് കൂടുതലാണ്. കേസിനകത്ത് വെച്ച് ഗ്ലാസ് എല്ലാം കവർ ചെയ്ത് കഴിയുമ്പം അത്രയും നോയ്സ് ഉണ്ടാകത്തില്ല. പുറത്ത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും 42.8 dB ആണ് കാണിച്ചത്. സോ 12600K അതും 168 വാട്ട്സ് മാക്സിമം പുൾ ചെയ്തുകൊണ്ട് 82 ഡിഗ്രീസ് എന്ന് പറയുന്നത് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള സ്കോർസ് തന്നെയാണ്. നല്ലപോലെ തന്നെ ഈ കൂളർ കൂൾ ചെയ്യാൻ അല്ലെങ്കിൽ തെർമൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആവുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് CPU-നെ മാക്സിമം ഫുൾ ലോഡിൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. സോ ഇത് ഡേ ടു ഡേ നോർമൽ യൂസ് ഒന്നും ഇങ്ങനെ വരത്തില്ല. സോ നോർമൽ ഗെയിമിങ്ങിൽ ആവറേജ് ടെമ്പറേച്ചേഴ്സ് നോക്കുവാണെങ്കിൽ GTA 5-ൽ നമുക്ക് നിയർലി 66 ഡിഗ്രീസ് ആണ് മാക്സിമം പോയേക്കുന്നത്. സിമിലർലി ഫോർസ ഹൊറൈസൺ 5 ഗെയിമിൽ 60 ഡിഗ്രീസ് ആണ് മാക്സിമം കാണുന്നത്. ആൻഡ് ഫാർ ക്രൈ 6 ഗെയിമിൽ 64.6 ഡിഗ്രീസ് ആണ് മാക്സിമം പോയേക്കുന്നത്. സോ ഇവിടെ എന്തായാലും ഗെയിമിങ്ങിൽ നമുക്ക് 65 റേഞ്ച് ആണ് മാക്സിമം ടെമ്പറേച്ചേഴ്സ്. 65-67 ആ റേഞ്ച് ആണ് മാക്സിമം. 70 വരെ ഒന്നും പോയില്ല. 70 ടച്ച് ആയിട്ടില്ല. സോ ഹോപ്പ്ഫുള്ളി 70ക്ക് മേലെ ഒന്നും പോകത്തില്ല. ബട്ട് ഇത് ഡിപ്പെൻഡ്സ് ഓൺ പ്രോസസർ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോസസർ പോലെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു മിഡ് റേഞ്ച് CPUസിന് മാത്രമേ ഇത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതായത് ഇന്റൽ i3 അല്ലെങ്കിൽ i5 12600K വരെയൊക്കെ ഓക്കെ ആയിരിക്കും. കൂടുതൽ മേലോട്ട് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. i7, i9 അല്ലെങ്കിൽ Ryzen 7 ഓർ Ryzen 9ലോട്ടൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. സോ എൻട്രി ലെവൽ ടു മിഡ് റേഞ്ച് പ്രോസസ്സേഴ്സിന് പുതിയ മോഡേൺ ഡേ പ്രോസസ്സേഴ്സ് ആണെങ്കിലും പഴയതാണെങ്കിലും കുഴപ്പമില്ല. മിഡ് റേഞ്ച് വരെ നല്ല ഈസിലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൂളറാണിത്. സോ അറ്റ് ദി എൻഡ് ഫ്രം മൈ സൈഡ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എൻട്രി ലെവൽ കൂളർ തന്നെയാണിത്. ഡിസൈൻ ആണെങ്കിലും ഓക്കെ, പെർഫോമൻസ് ഇസ് ഓക്കെ. നിങ്ങൾ തന്നെ കണ്ടു, തെർമൽസ് നല്ലപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ആൻഡ് സ്റ്റഡിനെസ് അടിപൊളിയാണ്. ഇൻസ്റ്റലേഷൻ നോക്കുവാണെങ്കിൽ ഈസി ഇൻസ്റ്റലേഷൻ ആണ്. വലിയ ഹാസൽ ഒന്നുമില്ല. സോ ഹൈലി റെക്കമെൻഡഡ് ഫ്രം മൈ സൈഡ്. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.